നമസ്കാരം. ഇന്ന് റെസ്യൂമെ അഡ്വൈസ് വീഡിയോയ്ക്ക് നമുക്കൊരു ഫ്രഷ് ഗ്രാജുവേറ്റിൻ്റെ റെസ്യൂമെയാണ് വന്നിട്ടുള്ളത്. സോ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ടൊരു റെസ്യൂമെ അഡ്വൈസ് കൊടുക്കുന്ന സീരീസാണിത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഈ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ് ഒരു ബികോം ഗ്രാജുവേറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ റെസ്യൂമെ നമുക്കൊന്ന് പരിശോധിക്കാം. സോ ഫയൽ നെയിമിൽ പേര് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം റെസ്യൂമെ ഓഫ് എന്ന് പറഞ്ഞ് നമ്മളുടെ പേര് കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ യൂഷ്വലി ഞാൻ കാണുന്ന ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ പൊതുവെ എക്സ്പീരിയൻസ് കുറവുള്ളവർ എപ്പോഴും ആവശ്യമില്ലാണ്ട് ഫുൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യും. അതൊന്നും ഒഴിവാക്കുക. ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. ഓക്കെ. സോ പേര് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നെയിമിൻ്റെയും സെക്കൻഡ് നെയിമിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം ക്യാപിറ്റൽ കൊടുക്കുക. സോ റെസ്യൂമെ ഓപ്പൺ ആക്കുമ്പോൾ ഒരു ട്രഡീഷണൽ ഫോർമാറ്റാണ്, മൈക്രോസോഫ്റ്റ് വേർഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോർമാറ്റാണ്. ഫൈൻ. പേര് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഫോൺ നമ്പറും മെയിൽ ഐ ഡി ആണുള്ളത്. താങ്കൾ ആരാണ് എന്ന് അവിടെ തന്നെ ഒന്ന് വ്യക്തമാക്കുക. സോ ഞാൻ താഴേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു ബികോം ഗ്രാജുവേറ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ പേരിന് താഴെ ബികോം ഗ്രാജുവേറ്റ് എന്ന് കൊടുക്കുക. അത് ചെറിയ സൈസിൽ അല്പം ബോൾഡായിട്ട് കൊടുക്കുക. ദെൻ ഫോൺ നമ്പർ മെയിൽ ഐ ഡിയും കൊടുക്കാം. പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു 3-4 വേർഡ്സ് ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കംപ്ലീറ്റ്ലി അത് ബോൾഡ് എന്നുള്ളത് റിമൂവ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഐ ആം എ ബികോം ഗ്രാജുവേറ്റ് എന്നാണ്. സോ ഒന്നാമത്തെ കാര്യം ബികോം എന്നുള്ളതിനിടയ്ക്ക് നമ്മളൊരു ഡോട്ട് ഇടുകയും സ്പേസിൽ ചെയ്യാറുണ്ട്, ബി കോം എന്നുള്ളത്. 2, നമ്മൾ റെസ്യൂമേൽ ഒരിടത്തും ഐ, മീ, മൈ, മൈൻ, മൈസെൽഫ് തുടങ്ങിയ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിലുള്ള വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാറില്ല. ഈ റെസ്യൂമേൽ ഐ ആം എന്നുണ്ട്, മൈ ഉണ്ട്, ഐ ആം ഉണ്ട്. പലയിടത്തും ആ പ്രൊഫൈലിൽ തന്നെ ആ ഒരു പാരഗ്രാഫിൽ തന്നെ ഇത് കാണുന്നുണ്ട്. സോ അത് നമ്മൾ ഒഴിവാക്കുക. എ ബികോം ഗ്രാജുവേറ്റ് എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഐ ആം എ എന്നുള്ളത് കളഞ്ഞിട്ട് എ ബികോം ഗ്രാജുവേഷൻ രീതിയിലേക്ക് എഴുതാവുന്നതാണ്. സോ സെക്കൻഡ് സെൻറ്റൻസിലേക്ക് വരുമ്പം ഹാവ് എ സോളിഡ് ഫൗണ്ടേഷൻ ഇൻ ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ് ആൻഡ് ആം ഈഗർ ടു അപ്ലൈ. ഐ ആം എന്നുള്ളതിന് നമ്മൾ ചാറ്റ് ലാംഗ്വേജിലൊക്കെ യൂസ് ചെയ്യുന്ന ഐ കളഞ്ഞിട്ടുള്ള ആം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒബ്വിയസ്ലി ദാറ്റ് ഈസ് എ പ്രോബ്ലം. അങ്ങനെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള യൂസേജ് ഒരിക്കലും ഇവിടെ കൊണ്ടുവരരുത്. പിന്നെ താങ്കളുടെ പ്രൊഫൈൽ സമ്മറിയിൽ ഒരു ഓൺട്രപ്രണറിയൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഇൻ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് കണ്ടു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഒന്നും റെസ്യൂമിൽ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാണ്ട് പ്രൊഫൈൽ സമ്മറി മാത്രം എഴുതുമ്പം അത് ശരിയാണ് എന്ന് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കണ്ടന്റ് ഒരു അഡീഷണൽ എക്സ്പീരിയൻസ് പറയുന്ന ഹെഡിൽ ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കത് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ അവസാനത്തെ സെൻറ്റൻസ് വൈൽ ഐ ആം ന്യൂ ടു ദ പ്രൊഫഷണൽ വേൾഡ് ഐ എം എ ക്വിക്ക് ലേണർ വിത്ത് എ സ്ട്രോങ് വർക്ക് എത്തിക് ആൻഡ് പാഷൻ ഫോർ ബിസിനസ്. അതൊക്കെ ഒഴിവാക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു പ്രൊഫഷണൽ വേൾഡിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് കൊണ്ട് ഞാനൊരു ക്വിക്ക് ലേണർ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആൻഡ് പാഷൻ ഫോർ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടി നിങ്ങൾ അങ്ങോട്ട് പോകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകും. ആൻഡ് നിങ്ങൾ എന്ത് ജോബിനാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻസിൽ സ്ട്രോങ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട്. താഴെ വന്നപ്പോൾ ബിസിനസ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സാണ് താല്പര്യം എന്നുള്ളത് അവിടെ ഇവിടെയൊക്കെ കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കുറയും. കാരണം നിങ്ങൾക്ക് അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്ന് കൺവേ ചെയ്താലേ അത് കാര്യം ഉണ്ടാവുകയുള്ളൂ. കാരണം ആ ഫീൽഡിൽ താല്പര്യമുള്ളവരെ ആ ജോലി ചെയ്യുകയുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട്. അല്ലാത്തവർ മറ്റ് സ്വന്തം താല്പര്യമുള്ള ഒരു സംഗതിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പോൾ ആ തരത്തിൽ പ്രൊഫൈൽ സമ്മറിയിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തേണ്ടതുണ്ട്. ഈ പറയുന്നത് പോലൊരു ഫസ്റ്റ് പേഴ്സണിലുള്ള വേർഡ്സ് കളയുക, കുറച്ചുകൂടെ ബ്രീഫ് ആക്കുക, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ക്വാളിഫിക്കേഷൻ രണ്ടാമത് കൊടുത്തിട്ടുണ്ട്. ബാച്ചിലർ ഓഫ് കോമേഴ്സിൻ്റെ സി ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. ഫിനാൻസ് ഓക്കെ, ഫൈൻ. ഹയർ സെക്കൻഡറി ഹ്യൂമാനിറ്റീസ് ഓക്കെ. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ് സ്ഥലപ്പേരിന് മുമ്പ് ഒരു കോമ ഇടാൻ ശ്രദ്ധിക്കുക. സെക്കൻഡറി എഡ്യൂക്കേഷൻ അത് അവിടെയും സെയിം, ഒരു സ്ഥലപ്പേരിന് മുമ്പ് ഒരു കോമ ഇടുക. ദെൻ പ്രൊഫഷണൽ സ്കിൽ സെറ്റ്, ഇത് ചാറ്റ് ജി പി ടിയിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള ഒരു കണ്ടൻറ്റായിട്ട് ഫീൽ ചെയ്യും. കാരണം ചാറ്റ് ജി പി ടിയിലാണ് നമ്മൾ സ്കിൽസ് ചോദിക്കുമ്പം ആദ്യം ഒരു ബോൾഡായിട്ടുള്ള ഒരു ടൈറ്റിൽ തരികയും അതിനൊരു എക്സ്പ്ലനേഷൻ തരികയും ചെയ്യുന്നത് പൊതുവെ ചാറ്റ് ജി പി ടിയുടെ ഒരു ശൈലിയാണ്. ബട്ട് സ്റ്റിൽ അതുകൊണ്ട് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്നൊന്നുമില്ല. പക്ഷേ ഞാനത് പറയാൻ കാരണം ഒരു എ ഐ ടൂളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അത് ചാറ്റ് ജി പി ടിയിൽ നിന്ന് ജനറേറ്റ് ചെയ്തതാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നൊന്ന് ഞാൻ കൺവേ ചെയ്തു എന്ന് മാത്രം. ഇതിൽ ഈ റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി എന്നൊക്കെ പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് അത് ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ സ്കിൽസിന് ഓരോന്നിനെ പറ്റിയും ഇഫ് ഐ എം ആസ്കിങ് യു ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് എൻ ഇൻ്റർവ്യൂ, താങ്കൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ പറയാൻ പറ്റുമോ? താങ്കളുടെ റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസിയെ പറ്റി പറയൂ എന്ന് പറഞ്ഞാൽ താങ്കൾ എന്ത് പറയും? ഇതിനെപ്പറ്റി ഞാൻ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സോ ആ കാര്യങ്ങൾ കൃത്യമായിരിക്കുക. ഇപ്പോൾ ടെക്നോളജിക്കൽ പ്രൊഫിഷ്യൻസി,
മൈക്രോസോഫ്റ്റ് എക്സൽ, ടാലി ആൻഡ് അതർ ഫൈനാൻഷ്യൽ ടൂൾസ്. അതിലൊക്കെ എപ്പോഴും നല്ലത് ആ ടൂൾസ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഒരു ഫോർമാറ്റിനെക്കാട്ടിലും എപ്പോഴും നന്നാവുക അതാണ്. സോ നമുക്ക് അറിയാവുന്ന നമ്മുടെ മേജറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് കൊടുക്കുക. ദെൻ അനലിറ്റിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ് താങ്കൾ എവിടെയാണത് യൂട്ടിലൈസ് ചെയ്തിരുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് സം റെസ്പോൺസസ്, ആൻസേഴ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അത് കറക്റ്റ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വളരെ ബ്രീഫായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. എന്തായിരുന്നു, എന്ന് തൊട്ട് ഇന്ന് വരെയായിരുന്നു, അവിടെ എന്തൊക്കെയാണ് മേജറായിട്ട് ചേരുന്നത്, ബ്രീഫായിട്ടെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജെൻഡർ ഉണ്ട്. ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ മാത്രം നാഷണാലിറ്റി കൊടുത്താൽ മതി. അതങ്ങനെയാണെങ്കിൽ പാസ്പോർട്ട് ഡീറ്റെയിൽസും കൂടി കൊടുക്കുക. ലാംഗ്വേജസ് നോൺ. ഓക്കെ, മലയാളത്തിൽ നേറ്റീവ് എന്ന് മാത്രം വെച്ചാൽ മതി, സ്പീക്കർ എന്ന് വെക്കണമെന്നില്ല. ഡിക്ലറേഷനിൽ ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ആ സെൻറ്റൻസിൻ്റെ എല്ലാ വാക്കുകളുടെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. അതിൻ്റെ ആവശ്യമില്ല. സെൻറ്റൻസിൽ ഫസ്റ്റ് വേർഡിന് മാത്രം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയാൽ മതി. സോ അത് കറക്റ്റ് ചെയ്യുക. സോ പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമുക്ക് കറൻറ്റ് ലൊക്കേഷൻ കൂടി കൊടുക്കാം, ജില്ല ആൻഡ് സ്റ്റേറ്റ്. ഇപ്പോൾ നിങ്ങൾ റെസ്യൂമിയുടെ ഏറ്റവും താഴെ നിങ്ങളുടെ പേരിനടുത്ത് സ്ഥലപ്പേര് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് കറൻറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാവും. ദെൻ പേജിൻ്റെ ഏറ്റവും താഴെ നമ്മളുടെ ഫൂട്ടറായിട്ട് പേരും മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അത് 2 പേജിലും കൊടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. അതെല്ലാ പേജിലും ഫൂട്ടർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്രേ പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. അപ്പം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് റെസ്യൂമെ പ്രിപ്പറേഷൻ സർവീസ്, ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രിപ്പറേഷൻ സർവീസ്, മോക്ക് ഇൻ്റർവ്യൂ പോലുള്ള സർവീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങൾ റെസ്യൂമേസ് ചെക്ക് ചെയ്തിട്ട് സജഷൻസ് തരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ റെസ്യൂമെ ഫയൽ ഷെയർ ചെയ്യാം. എന്നിട്ട് റെസ്യൂമെ അഡ്വൈസ് വീഡിയോ എന്ന മെസ്സേജ് കൂടി അയക്കാം. ഫ്യൂ ഡേയ്സിൽ നമ്മളിത് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.